ഹലോ ഗൈസ്, നമ്മളിന്ന് എന്താ ചെയ്യാൻ പോകുന്നത് ഗസ് ചെയ്യേ. നമ്മൾ ഊട്ടിയിലോട്ട് പോകും. നമ്മൾ ട്രിപ്പിന് പോവാണ്. അതെ, സമയം എത്ര അഫ്സൽ? 2:15 3:15 നമ്മൾ തുടങ്ങുന്ന ജേർണി അവസാനിക്കാൻ പോകുന്നത് ഇന്ന് ഡേറ്റ് എന്ത് ദിവസം? 8-ാം തീയതി ശനിയാഴ്ച. നമ്മൾ തിങ്കളാഴ്ചയാണ് നമ്മുടെ ട്രിപ്പ് അവസാനിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് നമ്മളെ വണ്ടി, ഇതാണ് നമ്മുടെ വാഹനം. സൂമിയാൻ പറ്റില്ല. ഈ വണ്ടിക്കകത്താണ് നമ്മുടെ ഫുൾ യാത്രകൾ നടക്കുന്നത്. നിങ്ങൾ മഞ്ഞുമൽ ബോയ്സ് കണ്ടിട്ടില്ലേ? നമ്മളെ കുഴിയിലൊന്നും പോകാതിരിക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കും. ഓക്കെ ഓക്കെ, നമ്മുടെ വീഡിയോ നമുക്കിനിയും ബാക്കി കാണാം. നമ്മുടെ യാത്ര തുടങ്ങിയിട്ട് ഇപ്പൊ നമ്മളൊരു ആദ്യത്തെ സ്റ്റോപ്പിൽ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയത്. നമ്മൾ ഒരിടത്ത് എത്തിയില്ല അല്ലേ, നമ്മൾ മൈസൂരം കണ്ട് എത്തിയുള്ളൂ. അപ്പോൾ ഈ ഒരു അവസരം എനിക്കൊരു 2 പുതിയ ആൾക്കാരെ നമ്മുടെ ചാനലിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു ഇതായിട്ട് സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്നു. അപ്പോൾ ആദ്യത്തെ വ്യക്തി എന്ന് പറഞ്ഞാൽ അവരെ പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പ്രത്യേകിച്ച് വാക്കുകളൊന്നും വേണ്ട. നമ്മുടെ ഗ്രൂപ്പിലൊരു ഫാസിലിന് സമമായിട്ട് നമ്മൾ കാണുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് കാണാൻ മനസ്സിലായി എന്തുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ബിനീഷ്. വെൽക്കം ടു യുവർ ചാനൽ. താങ്ക് യു. രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞാല് പുള്ളിയുടെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. പടമൊക്കെ എടുക്കുന്നുണ്ട്. കറന്റ്ലി ഒരു പുതിയ പ്രൊജക്ട് ഉണ്ട്. പുതിയ പ്രൊജക്ടിന്റെ പേരെന്താ? സ്കോർ എന്ന് പറഞ്ഞാണ്. നിയോ എന്നാണ് പുള്ളിയുടെ പേര്. സ്കോർ സിനിമ ഇപ്പൊ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയ പ്രൊജക്റ്റാണ്. നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അഫ്സലൊക്കെ അതിനകത്ത് സ്റ്റാർ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്. കാണാം ഗൈസ്. ഇനി നമ്മള് ചായ എല്ലാം കുടിച്ചിട്ട് നമുക്ക് കാണാം. ഓക്കെ, കൂട്ടുകാരെ, നിങ്ങളിത് കണ്ടോ? ഈ നമ്മുടെ കേരളം എത്ര സുന്ദരമാണെന്ന് കണ്ടോ? സോറി, കേരളം അല്ല കേട്ടോ, മാറി മൈസൂരാണ് തോന്നുന്നു. കണ്ടോ കൂട്ടുകാരെ, ഇത് കണ്ടോ? നമ്മുടെ ഭൂമി എത്ര മനോഹരമാണ്. Guys, okay, you guys found out Shan is actually a Malayali undercover as an Englishman. വണ്ടിക്ക് പണിയൊന്നുമില്ല. ഞാൻ പറഞ്ഞ അവന്മാരുടെ ബോണറ്റൊക്കെ പുറത്തുറന്ന് നോക്കാൻ വേണ്ടി. അപ്പോൾ ഇച്ചിയുടെ സീനായിരിക്കും നമ്മൾ അതിൻ്റെ ഫ്രെയിമിനൊക്കെ വേണ്ടിയിട്ട്. അപ്പം ശരി, നമ്മൾ അവന്മാർ വണ്ടി എടുത്തിപ്പോൾ പോകും. ഞാൻ പോട്ടെ. നമ്മളിതാ ബന്ദിപ്പൂർ എത്തിയിരിക്കുന്നു. ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. ഇവിടെ ഇനി എന്ത് സംഭവിച്ചാലും നമ്മുടെ ഇനി അടുത്തൊരു വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ അതിനർത്ഥം ബന്ദിപ്പൂർ ടൈഗേഴ്സ് ഞങ്ങളെ കുറിച്ചാണ്. ഇവിടെ കടുവയും മാനയൊക്കെ ഉണ്ടെന്നാ പറയണത്. നമ്മളിപ്പോ അത് കേറിയതേ ഉള്ളൂ. ഇപ്പൊ കാണാം. അഫ്സലിനെ കണ്ടു കേട്ടാ. കേറിയ വണ്ടിക്കാണ് അഫ്സലടാ. ടൈപ്പ് ഒരു കുരങ്ങനെ കണ്ടിരിക്കുന്നു. ഷിങ്ചോങ് ചാങ് കുരങ്ങനാന്ന് തോന്നുന്നു കേട്ടോ. അത് റോട്ടിൽ നിൽക്കുന്ന മോനാണ്. റോട്ടുമാൻ കേട്ടിട്ടുണ്ടോ? അതാണ് സംഭവം. ഇതാണ് പ്ലാവ്. എടാ മ്ലാവല്ലടാ, ആടാടാ. ഗൈസ്, കാത്തുപോട്ട് അറ്റാക്ക് ചെയ്യല്ലടാ. എടാ കാട്ടുപോട്ട്
നമ്മൾ ഊട്ടിയിൽ വന്നതിന് ശേഷം ആദ്യത്തെ ഭക്ഷണ സ്പോട്ടിലോട്ട് നമ്മൾ വന്നേക്കാണ്. ലീബോൺസ് കഫേ. ഫൈനലി നമ്മൾ ഊട്ടിയിൽ എത്തിയിരിക്കുന്നു. ഇനി നമ്മുടെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു റൂം കണ്ടുപിടിക്കണം, എന്നിട്ട് അവിടെ താമസിക്കണം, എന്നിട്ട് അവിടെ ഫെസിലിറ്റീസ് ഒക്കെ നോക്കിയിട്ട് ഒരു ചെറിയ സെറ്റപ്പിലൊരു പരിപാടി. അപ്പോൾ നല്ല വെയിലാണ്, തണുത്ത കാറ്റുണ്ടെങ്കിലും വെയിലുള്ളതുകൊണ്ട് ഇച്ചിരി ഷോക്കാണ്. നമ്മൾ റൂമിൽ പോയിട്ട് കുറച്ച് നേരം കിടക്കണം. അത് കഴിഞ്ഞാൽ റൂം കണ്ടുപിടിക്കും. ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ ഗൈസ്. എവരി ഷുഡ് വിസിറ്റ് എവരി ഗൈസ് ഷുഡ് വിസിറ്റ് ഊട്ടി വൺസ് ഇൻ എ ലൈഫ് ടൈം. ഊട്ടി ഈസ് അമേസിംഗ് ഗൈസ്. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ റൂമൊക്കെ കിട്ടി, പക്ഷേ റൂം കിട്ടിയത് ഞങ്ങൾ ഉറങ്ങിപ്പോയി. എഴുന്നേറ്റതേ ഉള്ളൂ. എന്നിട്ട് നമ്മളിനിയും ലേക്ക് കാണാൻ പോവാണ്. ലേക്കിലെത്തിയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ശരി, കാണാം. ഇതിലൊരു ബ്രിട്ടീഷ് രാജാവ് ഒന്ന് കണ്ടുപിടിച്ചൊരു സൗണ്ടാണ്. നമ്മളിപ്പോ കോട്ടഗിരിയിൽ നിന്ന് നേരെ ഊട്ടിയിലേക്ക് തിരിച്ചു വന്നു ഫുഡ് കഴിക്കാൻ. നമ്മൾ 2-3 വ്യൂ പോയിന്റ്സ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തു, പക്ഷെ നമുക്കൊന്നും ഇതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ ഇങ്ങനെ സെൽഫ്ലെസ് ആയിട്ട് എൻജോയ് ചെയ്യാന്ന് വെച്ചാൽ. അപ്പോൾ വീഡിയോക്കൊന്നും പറ്റിയില്ല, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഇതിൻ്റെ ഐഡിയ മനസ്സിലാക്കണം. നമ്മളെന്താ കഴിക്കാൻ മനസ്സിലായി? ഇവിടുന്ന് അൽഫാമും പിന്നെ പൊറോട്ടയും. എന്നിട്ട് രാത്രി ചെറിയൊരു പരിപാടിയുണ്ട്, ഒരു ക്യാമ്പ് ഫയർ. ഷാൻ്റെ ഒരു സ്പെഷ്യൽ ഒരു ക്യാമ്പ് ഫയർ ആണ്. ഷാൻ എന്തൊക്കെ ചെയ്യും, ഡാൻസ് കളിക്കുന്നു പറഞ്ഞപ്പോൾ പറ്റുമെങ്കിൽ അതിൻ്റെ ഫുട്ടേജസ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളങ്ങ് മനസ്സിലാക്കണം നമ്മുടെ ഒരു അവസ്ഥ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. നമ്മൾ തലശ്ശേരി റെസ്റ്റോറൻറ്റിലാണ്. നമ്മൾ എവിടെ വന്നാലും നാടിനെ വിടാൻ പറ്റത്തില്ലെന്നാണല്ലോ. നമ്മളിവിടെ വന്നിട്ടും നാട്ടിലെ കട തന്നെ പോയി വേണേൽ ഹിന്ദിക്കാരുടെ കടയിലൊക്കെ പോവാം, പക്ഷേ നമുക്ക് നാടിനുള്ളൊരു അറ്റാച്ച്മെൻറ്റ് അവിടെ വിടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മളിവിടെ തന്നെ വന്നു. അപ്പോൾ നമുക്ക് ഭക്ഷണത്തിൻ്റെ ഫോട്ടോ ഒക്കെ തരാം കേട്ടോ, പേടിക്കണ്ട. അപ്പോൾ കാണാം. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താന്ന് വെച്ചാൽ നമ്മൾ കുറെ പരിപാടി കണ്ടു. നമ്മളൊരു കാട്ടുപോത്തിനെ കണ്ടു. എൻ്റെ പൊന്നെ, ആ അഫ്സൽ ആദ്യം ഇരുട്ടത്തൊരു കാട്ടുപോത്തിനെ കണ്ടു. അത് പക്ഷേ ഇരുട്ട വേണ്ടത് കാട്ടുപോത്തിനെയാണെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. പക്ഷെ തിരിച്ചു വന്നപ്പോൾ ഒരു സീൻ കാട്ടുപോത്തിനെ കണ്ടു. ആ കാട്ടുപോത്ത് എന്ന് പറഞ്ഞാൽ കറക്റ്റ് കാട്ടിൽ നിന്ന് വന്നൊരു പോത്തായിരുന്നു. അതിൻ്റെ ഒരു വൈബ്സ് എന്ന് വെച്ചാൽ ഭയങ്കര ഇതായിരുന്നു. ഇന്നെന്റെ ബാഡ് ജോയിന്റ് അടിക്കണം.